നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് തുടങ്ങാണ്. ഇത്തവണത്തെ നമ്മുടെ യാത്ര വിയറ്റ്നാമിലേക്കാണ് ട്ടോ. മലേഷ്യ, സിംഗപ്പൂരും തായ്ലൻഡൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മലയാളികൾ സഞ്ചരിച്ചിട്ടില്ലാത്തൊരു രാജ്യമാണ് വിയറ്റ്നാം. കഴിഞ്ഞ വർഷം വരെ കേരളത്തിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ മെയിനായിട്ടുള്ളൊരു കാരണം. 2023 തൊട്ടാണ് കേരളത്തിലെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലേക്കുള്ള ഫ്ലൈറ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വിയറ്റ്ജെറ്റ് എയർ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യണത്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് എയർലൈൻസും കൂടിയാണ് ട്ടോ. ഏകദേശം 5 മണിക്കൂറാണ് കൊച്ചിയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിലേക്കുള്ള ഫ്ലൈയിങ് ടൈം. കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറേയധികം മലയാളികൾ വിയറ്റ്നാമിൽ ടൂറിസ്റ്റുകളായിട്ട് പോയിട്ടുണ്ട്. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് വിസ എടുത്തുകൊണ്ട് കറങ്ങാൻ പറ്റുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിലേക്കുള്ള ഫ്ലൈറ്റും വിസയും അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ അവസാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിനെയും വിസേനെ പറ്റിയുള്ള ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോണില്ല കേട്ടോ. ഈ ട്രിപ്പിൽ എൻ്റെ ഒപ്പം ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. വിയറ്റ്നാം സമയം ഏകദേശം രാവിലെ 6:15 ആയതോടുകൂടിയാണ് ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയുടെ മേലിലേക്ക് എത്തണത്. പിന്നെ വിയറ്റ്നാമിനെ പറ്റി പറയുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പെട്ട ഒരു രാജ്യമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൻ്റെ സൗത്ത് സൈഡിലുള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഹോച്ചിമിൻ. വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ ഹനോയി ആണെങ്കിലും വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നഗരം ഹോച്ചിമിൻ സിറ്റിയാണ്. പിന്നെ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സെൻറ്റർ കൂടിയാണിത്. ഏകദേശം 90 ലക്ഷത്തിന് മേലാണ് ഹോച്ചിമിൻ സിറ്റിയിലെ ജനസംഖ്യ. ഹോച്ചിമിൻ സിറ്റി സൈഗോൺ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ സിറ്റിയുടെ പഴയ പേരായിരുന്നു സൈഗോൺ എന്നുള്ളത്. രാവിലെ ഏകദേശം 6:30 മണിയൊക്കെ ആയതോടുകൂടിയാണ് ഞങ്ങൾ ഹോച്ചിമിൻ എയർപോർട്ടിലേക്ക് എത്തുന്നത്. ആദ്യം ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിലേക്കാണ് എത്തിയതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഡനാങ്ങും ഹനോയ് പോലുള്ള സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മെയിൻ സിറ്റികളിൽ നിന്ന് എല്ലായിടത്തുനിന്നും ഹോച്ചിമിൻ സിറ്റിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഉണ്ട് കേട്ടോ. ഇന്ത്യയിലേക്ക് മാത്രമല്ല ലോകത്തിലെ മിക്കവാറും എല്ലാ വലിയ സിറ്റികളിലേക്കും ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റുകളുണ്ട്. ആൻ സോൺ നാത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. ഏകദേശം 7:30 മണിയൊക്കെ ആയതോടുകൂടിയാണ് ഞങ്ങൾ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് എത്തണത്. എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോണത് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്കാണ്. ഗ്രാബ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ വെച്ചാണ് ഈ ഒരു ടാക്സി ബുക്ക് ചെയ്തേക്കണത്.
എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ഏകദേശം 9 കിലോമീറ്ററിൻ്റെ അടുത്താണ് ദൂരമുള്ളത്. കാറ് മെയിൻ റോഡിലേക്ക് എത്തിയതോടുകൂടി ബൈക്കുകളുടെ വലിയ നിരയാണ് എല്ലാ സ്ഥലത്തും കാണുന്നത്. പിന്നെ വിയറ്റ്നാമിലെ മെയിൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാർഗം ഉണ്ടാ ബൈക്കുകൾ. രാവിലെ ആയതുകൊണ്ട് റോട്ടിൽ കാര്യമായിട്ടുള്ള തിരക്കില്ലാന്ന് ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലത്തെ ട്രാൻസ്ലേഷൻ ആപ്പുകൾ ഇല്ലാണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വിയറ്റ്നാമിലേക്ക് യാത്ര ചെയ്യരുതട്ടാ. വിയറ്റ്നാമിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇംഗ്ലീഷ് അറിയുള്ളൂ. മിക്കവാറും ടാക്സി ഡ്രൈവേഴ്സിന് എല്ലാവർക്കും വിയറ്റ്നാമീസ് അല്ലാണ്ട് വേറൊരു ഭാഷയും അറിയുമില്ല. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ മോഡിൽ യൂസ് ചെയ്യാനായിട്ട് വിയറ്റ്നാം ഭാഷ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്നതായിരിക്കും നല്ലത്. ഏകദേശം 8:30 മണിയൊക്കെ ആയതോടുകൂടി ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തി. ഉച്ച കഴിഞ്ഞാണ് ഹോട്ടലിലെ ചെക്ക് ഇൻ സമയം. തൽക്കാലം ഞങ്ങൾ ലഗേജൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് ഒന്ന് കറങ്ങിക്കൊണ്ട് വരാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ തപ്പിക്കഴിഞ്ഞപ്പോഴാണ് അടുത്ത് തന്നെ ഒരു മക്ഡൊണാൾഡ്സ് ഉള്ളതായിട്ട് കണ്ടത്. ഇവിടെയുള്ള നല്ല റെസ്റ്റോറൻറ്റ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മക്ഡൊണാൾഡ്സ് തന്നെ തിരഞ്ഞെടുത്തത്. ഇവിടുത്തെ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബില്ലാണിത്. 3,51,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് വന്നത്. ഇത് ഏകദേശം 1,200 ഇന്ത്യൻ രൂപയെ വരുള്ളൂ കേട്ടോ. ഇന്ത്യയിൽ ഒരു രൂപ ഏകദേശം 290 വിയറ്റ്നാമീസ് ഡോങ്ങിന് ഇക്വലൻ്റ് ആണ്. രാവിലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള വാർ റെമിനൻസ് മ്യൂസിയത്തിലേക്ക് പോകാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 9:30 മണിയായി. ഹോച്ചിമിൻ സിറ്റി ഇപ്പോൾ അത്യാവശ്യം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 30-32 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ. സിറ്റിയുടെ അകത്ത് തന്നെ അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെയുള്ളൊരു ഏരിയയിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു മ്യൂസിയത്തിലേക്ക്. ഇവിടെ ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചാണ് ഞങ്ങളുടെ സിറ്റിയുടെ അകത്ത് സഞ്ചരിക്കാനായിട്ടുള്ള ടാക്സിയൊക്കെ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള യൂബറും ഓലയൊക്കെ പോലത്തുള്ളൊരു സംവിധാനമാണത്. പിന്നെ ഈ ആപ്പ് വെച്ച് ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. അധികം താമസിക്കാണ്ട് ഞങ്ങൾ വാർ റെമിനൻസ് മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് എത്തി. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. 40,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 150 രൂപയുടെ താഴെ വരുള്ളൂ. രാവിലെ 7:30 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് ഈ മ്യൂസിയം ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോണത്. മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയതോടുകൂടി കാണുന്ന കാഴ്ച ഇതാണ്. കുറച്ച് പ്ലെയിനുകളും ടാങ്കുകളും ഹെലികോപ്റ്ററുകളൊക്കെയാണ് ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് US മിലിറ്ററി ഉപയോഗിച്ചേർന്ന മെഷീനറീസൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. വെയിൽ കൂടുന്നേക്കാലം മുമ്പ് ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറണം. ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെയിലായി തുടങ്ങിയിട്ടുണ്ട്. CH-47 ചിനൂക്ക് പേരുള്ള 2 എഞ്ചിനുള്ള ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. ഇത് നമ്മുടെ പാസഞ്ചർ പ്ലെയിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ബോയിങ് കമ്പനി ഉണ്ടാക്കിയ ഹെലികോപ്റ്ററാണത്. ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും കരുത്തുള്ള ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളാണ് ചിനൂക്ക്. വാഹനങ്ങൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് യന്ത്രങ്ങളും ആയുധങ്ങളൊക്കെ എത്തിക്കാനായിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. M48A3 എന്ന് പറഞ്ഞ ടാങ്കാണ് ഹെലികോപ്റ്ററിനോട് ചേർന്ന് കിടക്കുന്നത്. അമേരിക്കയുടെ ആദ്യത്തെ ജനറേഷനിലെ മെയിൻ ബാറ്റിൽ ടാങ്കുകളാണ് M48 പാറ്റേൺ.
1952 തൊട്ട് പുറത്തിറങ്ങിയിരുന്ന ഈ ഇനം ടാങ്കുകളിൽ 90 mm തോക്കുകളാണ് പിടിപ്പിച്ചേക്കുന്നത്. വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് US ആർമി പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഇനം ടാങ്കുകളാണ്. M41 വാക്കർ ബുൾഡോഗ് എന്നറിയപ്പെടുന്ന ടാങ്കാണിത്. 76 mm ഗണ്ണാണ് ഈ ടാങ്കിൽ പിടിപ്പിച്ചേക്കണത്. അമേരിക്കൻ ആർമിയുടെ ലൈറ്റ് ടാങ്ക് വിഭാഗത്തിൽ പെടുന്ന ടാങ്കുകളായിരുന്നത്. D7 ഇത് പേരുള്ള ബുൾഡോസറാണ് ഈ കാണുന്നത്. അമേരിക്കൻ ആർമിയുടെ മറ്റ് പല മെഷീനറികളും ഇതിനോട് ചേർന്ന് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. M132 ഫ്ലെയിം ത്രോവർ എന്ന് പേരുള്ളൊരു മെഷീനാണിത്. നെൽപ്പാടങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ നിരപ്പല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകാൻ പറ്റണ ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലെയിം ഗണ്ണും അതുപോലെ തന്നെ ഒരു മെഷീൻ ഗണ്ണുമാണ് ഉള്ളത്. ഏകദേശം 11 കിലോമീറ്റർ പരിധിയുള്ളൊരു ഹോവിറ്റ്സറാണ് നമ്മളിപ്പോൾ കാണുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ പ്രധാന ലൈറ്റ് ഫീൽഡ് ഹോവിസ്റ്റർ ആയിരുന്നിട്ടായത്. പയ്യെ പയ്യെ വെയിലിൻ്റെ കനം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങാണ്ട് യാത്ര ചെയ്ത കാരണം ചെറിയൊരു തളർച്ചയും വന്നു തുടങ്ങി. ഇനിയും അധികം നേരം ഈ വെയിലും കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തളർന്ന അവശതയാവുള്ളൂ. ഇനി പുറത്തുള്ളതെല്ലാം ഒന്ന് ഓടിച്ച് കണ്ടിട്ട് വെയിൽ കൂടുന്നേക്കാലം മുമ്പ് മ്യൂസിയം ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറണം. ഇവിടെ ഒരു റൈഫിളിൻ്റെ പുറകെ പോയി ഇന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ തിരക്കിലാണ്. നമുക്ക് ഈ മെഷീനറികളിൽ തുടർന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഒന്നിലും കയറരുതെന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗിച്ച് ചേർന്ന പലതരം ബോംബുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. മ്യൂസിയത്തിൻ്റെ മറ്റൊരു സൈഡിൽ പ്ലെയിനുകളാണുള്ളത്. നമ്മളിപ്പോഴത്തെ കാലത്ത് കാണാറുള്ള ഫൈറ്റർ പ്ലെയിനുകളുടെ അതേ മോഡലിലുള്ളൊരു F5 ഫൈറ്റർ പ്ലെയിനാണിത്. മണിക്കൂറിൽ 1269 കിലോമീറ്ററാണ് ഇതിൻ്റെ പരമാവധി വേഗം. ഇത് US-ൻ്റെ മോഡേൺ ഫൈറ്റർ ജെറ്റ് ഒന്നല്ലെങ്കിലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണ പ്ലെയിനുകളിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. 5 ബോംബുകൾ ഒരേ സമയം കൊണ്ടുപോയി ഇടാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുള്ളതായിരുന്നു ഈ പ്ലെയിൻ. യുദ്ധത്തിൻ്റെ സമയത്ത് ഉപയോഗിച്ചേർന്ന വേറെയും പ്ലെയിനുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ പലതും ബോംബറുകളും അതുപോലെ തന്നെ മെഷീൻ ഗൺ പോലത്തെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതായിരുന്നു. ഇനി ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ മെയിൻ ബിൽഡിംഗ് കോംപ്ലക്സിൻ്റെ അകത്തേക്കാണ് കയറുന്നത്.